സുഖമല്ലേ? ഇതാ മക്കളെ ഉണ്ണിയപ്പം. ഹായ് ഉണ്ണിയപ്പം. അയ്യോ കഷ്ടം, ഇവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ. അത് തന്നെ, ഇവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. ഇനി എന്താ അടുത്ത പരിപാടി? നമുക്കൊരു വിനോദയാത്രയ്ക്ക് പോയാലോ? ശരിയാണ്, കുറെ കാലമായില്ലേ നമ്മൾ ഒരുമിച്ച് പുറത്തു പോയിട്ട്. നമുക്കൊരു യാത്ര പോകാം. ഹായ്, നമുക്ക് ഗോവയ്ക്ക് പോവാം. നമുക്ക് കൊടൈക്കനാലിൽ പോവാം. വേണ്ട, മൈസൂര് മതി. വേണ്ട വേണ്ട, ഊട്ടി പോയാൽ മതി. പക്ഷേ നീ എന്താ ഇപ്പോഴും ഒരു നാണമുണിയായിട്ട് നിൽക്കുന്നത്? നീ പറ, നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്? എവിടേക്കാണെങ്കിലും നിങ്ങൾ തീരുമാനിച്ചോളൂ, ഞാൻ റെഡിയാണ്. വരട്ടെ വരട്ടെ വരട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. ഊട്ടിയിൽ ചെന്നാൽ അവിടെ നിൽക്കട്ടെ. ആദ്യം നമ്മൾ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് പോകട്ടെ. നമ്മുടെ അധ്യാപകരെല്ലാം നമുക്ക് കിട്ടും. അതെ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ആദ്യം നമുക്ക് നമ്മുടെ അധ്യാപകരെ കാണണം. നമ്മൾ ഈ നിലയിലെത്തിയതിൽ ഒരു പങ്ക് അവർക്കുമില്ലേ? നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ ആരും ഇപ്പോൾ അവിടെയില്ല. പിന്നെ എങ്ങനെ അവരെ കാണും? 2 ദിവസം കഴിഞ്ഞാൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനമല്ലേ? നമ്മുടെ എല്ലാ അധ്യാപകരും അവിടെ വരുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഓ, എനിക്ക് നമ്മുടെ സ്കൂൾ ബോധ്യമായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കുട്ടിക്കാലം? നമ്മൾ എത്ര മാത്രം കുറുമ്പ് കാണിച്ചു. നമ്മുടെ അധ്യാപകർ നമ്മളെ എത്ര മാത്രം സ്നേഹിച്ചു. എന്തിനാണ് നമ്മൾ നിന്നിട്ട് ആലോചിക്കുന്നത്? നമുക്ക് അവിടെ പോയി ഇരുന്ന് ആലോചിക്കാം. Taruh. മോൾ 2 മിനിറ്റ് മോൾ വന്നിട്ട് ഇനി ഇരുന്നോട്ടാ. നീ മോളിപ്പോൾ വരും കേട്ടാ. വന്നു
അത് ഹാൻഡ് ഷേക്ക് ചെയ്യും. എന്താ ഈ മാവിന്റെ മുകളിലേക്ക് നോക്കിയിരിക്കുന്നത്? ഒന്നുമില്ല. പണ്ട് മാങ്ങ വെട്ടാൻ കല്ലെറിഞ്ഞതും മാഷ് പറഞ്ഞ ഈ 2 കണ്ണും ഓർമ്മ വന്നു. വന്നു വന്നു സാറ പിന്നെ സന്തോഷം മക്കളെ, സന്തോഷം. നിങ്ങൾ ഞങ്ങളെ കാണാൻ വന്നുവല്ലോ. നിങ്ങൾക്ക് സന്തോഷമായി. പഠിപ്പിക്കുന്ന രീതിയിൽ പകർന്നു നൽകുന്ന സ്നേഹവും പ്രതീക്ഷ നൽകിയുള്ള കരുതലുമാണ് വിദ്യാർത്ഥികളുടെ മനസ്സകങ്ങളിൽ ഒരിക്കലും മറക്കാത്ത മികച്ച നല്ല അധ്യാപകരായി